ഇന്ന് മെയ് 28 വീരവിനായക് ദാമോദർ സാവർക്കറുടെ ജന്മദിനം. ഒരുപക്ഷെ മരണത്തിന് ശേഷം ഇത്രയധികം ഭാരതത്തെ പിടിച്ചു കുലുക്കിയ ഒരു വ്യക്തിത്വം വേറെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇതിലും വലിയ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. മരിച്ചപ്പോഴും ആ ഭൂമികുലുക്കവും അതിൻ്റെ തുടർചലനങ്ങളും വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയധികം ഇന്ത്യൻ പൊളിറ്റിക്സിനെ, ഇന്ത്യൻ സാമൂഹ്യ ജീവിതത്തെ, സാംസ്കാരിക ജീവിതത്തെ ആകെ അടിമുടി എപ്പോഴും അസ്വാരസ്യപ്പെടുത്തുന്ന ഒരു സാന്നിധ്യമായിട്ട് വീരവിനായക് ദാമോദർ സാവർക്കർ തിളങ്ങി നിൽക്കുന്നു ചരിത്രത്തിൽ. സാവർക്കറെ പറ്റിയുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സാവർക്കറുടെ ജീവചരിത്രമല്ല, ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുമല്ലോ. ഗുരുജി ഗോൾവൽക്കറുടെ വിഖ്യാതമായ ഗ്രന്ഥം അത് അദ്ദേഹം എഴുതിയതല്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ സമാഹരിച്ച് ഇംഗ്ലീഷിലാക്കി തയ്യാറാക്കിയ ഗ്രന്ഥമാണ് ബഞ്ച് ഓഫ് തോട്ട്സ്. ബഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കറ്റ എന്ന് പറയുന്ന പോലെ ചിന്തകളുടെ ഓരോ കതിരുകൾ അത് ചേർന്ന കറ്റ, അതാണ് ബഞ്ച് ഓഫ് തോട്ട്സ്. അത് മലയാളത്തിൽ ആക്കിയപ്പോൾ എങ്ങനെയോ അതിന് വിചാരധാര എന്ന് പേര് വന്നു. ഫ്ലോ ഓഫ് തോട്ട്സ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ബഞ്ച് ഓഫ് തോട്ട്സും ഫ്ലോ ഓഫ് തോട്ട്സും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? ഫ്ലോ ഓഫ് തോട്ട്സിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ബഞ്ച് ഓഫ് തോട്ട്സിന് അതില്ല. ഓരോന്നും ഓരോ ഇൻഡിപെൻഡൻറ്റ് തോട്ടാണ്. അത് ഒരു കോമൺ വേറൊരു നെല്ലിൻ്റെ വൈക്കോലെടുത്തിട്ട് നമ്മൾ കെട്ടുമ്പോഴാണ് കറ്റയാവുന്നത്, ബഞ്ചാവുന്നത്. എന്ത് വാങ്ങിക്കോട്ടെ, ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ബഞ്ച് ഓഫ് തോട്ട്സാണ്. മനസ്സിൽ സാവർക്കറെ പറ്റി വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നടക്കുന്ന കോൺട്രവേഴ്സികൾ ഒക്കെ. ഇതിൽ പരക്കെയുള്ള ഒരു അന്ധവിശ്വാസം, സാവർക്കർ RSSകാരനായിരുന്നു, RSS നേതാവായിരുന്നു, RSSൻ്റെ എന്തോ ഔദ്യോഗിക പദവി വഹിച്ചിരുന്നു, ഒന്നുമില്ലെങ്കിൽ RSSൻ്റെ സൈദ്ധാന്തികനായിരുന്നു, ഇങ്ങനെയൊക്കെ. ഇതൊന്നും തന്നെ ശരിയല്ല. സാവർക്കർക്ക് RSSുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും RSSൻ്റെ ഏതെങ്കിലും ഒരു ശാഖയിലോ ക്യാമ്പിലോ എന്തെങ്കിലും പരിപാടിയിലോ സാവർക്കർ പങ്കെടുത്തതായിട്ട് യാതൊരു രേഖയുമില്ല. ഇനി പഴയ ആൾക്കാരാരെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഗാന്ധി വധത്തെപ്പറ്റി ദില്ലി നാഷണൽ ആർക്കൈവ്സിൽ എൻ്റെ ആവശ്യത്തിന് റിസർച്ച് ചെയ്യുമ്പോൾ ഏകദേശം 11,000 ചില്വാനം കടലാസുകൾ ഗാന്ധി വധത്തെപ്പറ്റിയും അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെപ്പറ്റിയുള്ള കടലാസുകൾ പരിശോധിച്ചു. അതിൽ സാവർക്കറുടെ ഒരു കത്ത് എനിക്ക് കിട്ടി. RSS മഹൽ കാര്യാലയത്തിലേക്ക് അയച്ച കത്താണ്. അതിൽ സാവർക്കർ എഴുതുന്നു, നിങ്ങളുടെ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വലിയ നന്ദിയുണ്ട്. പക്ഷേ അന്ന് എനിക്ക് അമൃത്സറിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ പഞ്ചാബിലേക്ക് പോകേണ്ടതിനാൽ നിങ്ങളുടെ പരിപാടിക്ക് വരാൻ സാധ്യമല്ല. മറ്റൊരു വേളയിൽ സമയം നോക്കി നിങ്ങൾ വിളിച്ചാൽ ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് മാന്യമായിട്ട് സാവർക്കർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്ത്. ഇതാണ് RSSും സാവർക്കറും തമ്മിൽ ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റായിട്ട് ആ 11,000 ഡോക്യുമെൻറ്റിൽ ഞാൻ കണ്ട ഏക സാധനം ഇതാണ്. അദ്ദേഹത്തെ ഏതോ ചടങ്ങിന് ക്ഷണിച്ചിരുന്നു, അദ്ദേഹം അതിന് പോയില്ല. പിന്നെ ഗോൾവൽക്കറും സാവർക്കറും ഒരുമിച്ച് ഒരു വേദിയിലുണ്ടായിരുന്ന ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെയും ചരിത്രമൊക്കെ ഉണ്ട്. ബട്ട് ദാറ്റ് വാസ് സം ഇൻസിഗ്നിഫിക്കൻ്റ് മീറ്റിംഗ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു കാര്യമോ സംഗതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നു. RSS സ്ഥാപിച്ച ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ സാവർക്കറുടെ ഒരു സുഹൃത്തായിരുന്നു. ദേ വെർ വെരി ക്ലോസ്. അപ്പോൾ RSS സ്ഥാപിക്കുന്നതിന് മുമ്പ് പലതവണ ഹെഡ്ഗേവാർ സാവർക്കറെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഹെഡ്ഗേവാർ മഹർഷി അരവിന്ദൻ്റെയും അതുപോലെ അടുത്ത സുഹൃത്തായിരുന്നു.
അവരൊക്കെ കൂടെ ഒരു വിപ്ലവ സമിതി ഉണ്ടാക്കിയിട്ട് അതിൽ പ്രവർത്തിച്ചവരാണ്. ആ വിപ്ലവ സമിതി പിരിച്ചുവിട്ടിട്ടാണ് അരവിന്ദൻ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നതും ഹെഡ്ഗേവാർ തിരിച്ച് നാഗ്പൂരിലേക്ക് വരുന്നതുമൊക്കെ. അപ്പോൾ അരവിന്ദനുമായിട്ടും ഹെഡ്ഗേവാർ നിരന്തരം ബന്ധത്തിലായിരുന്നു. വേറെ ഒരുപാട് പേരുമായിട്ട് ഹെഡ്ഗേവാർ നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാവർക്കറുമായിട്ട് ആലോചിച്ചിട്ടാണ് RSS സ്ഥാപിച്ചത് എന്ന് പറയാനും വയ്യ. മാത്രമല്ല സാവർക്കറിന് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല RSS എന്ന സംഘടനയെപ്പറ്റി. സാവർക്കറുടെ ഓതൻറ്റിക്കായിട്ടുള്ള ജീവചരിത്രം എഴുതിയിരിക്കുന്നത് ധനഞ്ജയ് കീർ എന്ന ഒരാളാണ്. ഇംഗ്ലീഷിലാണ്. ആ ഗ്രന്ഥം ഇപ്പോഴും കിട്ടാനുണ്ട്. സാമാന്യം വലിയ ബുക്കാണ്. ആ ബുക്കിൽ ധനഞ്ജയ് കീർ രേഖപ്പെടുത്തുന്നു, സാവർക്കർ പറഞ്ഞതായിട്ട് കേട്ടോ. സാവർക്കർ എവിടെ പറഞ്ഞു എന്നുള്ള ഇതൊന്നുമില്ല. സാവർക്കർ പറഞ്ഞതായിട്ട് ധനഞ്ജയ് കീർ ആ പുസ്തകത്തിൽ എഴുതുന്നത്, ഒരു RSSകാരൻ്റെ ശവകുടീരത്തിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം, വെറുതെ അധ്വാനിച്ച് മരിച്ചുപോയ ഒരാൾ. ഇതാണ് കൃത്യം വാക്കുകൾ, ഇതല്ല, ബട്ട് ഈ അർത്ഥത്തിൽ. ഇതായിരുന്നു സാവർക്കറിന് RSSനെ പറ്റിയുള്ള ഒരു അല്പം അവമതിപ്പ് എന്ന് പറയണം. വെറുതെ അധ്വാനിച്ച് മരിച്ചു പോകുന്നവർ നല്ല മനുഷ്യരാണ്, നല്ല ലക്ഷ്യമൊക്കെ, പക്ഷേ ഈ മാർഗമൊക്കെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ചുമ്മാ അധ്വാനിക്കും, മരിച്ചു പോകും. ഇതായിരുന്നു. അപ്പോൾ ഒരു അത്ര നല്ല ഒരു മതിപ്പുള്ള അവസ്ഥയല്ലല്ലോ അത്. ഇതായിരുന്നു സാവർക്കർ ആൻഡ് RSS. ഡോക്ടർ ഹെഡ്ഗേവാറിന് ശേഷം ഗുരുജി ഗോൾവൽക്കർ ആയിരുന്നു. ഗുരുജി ഗോൾവൽക്കർ സാവർക്കറുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, ഒരു ബന്ധവുമില്ല. അവർ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു യോഗത്തിലുണ്ടായിരുന്നു എന്നുള്ളതല്ല, അതിൽ കവിഞ്ഞിട്ട് സാവർക്കറുടെ ഒരു ആക്ടിവിറ്റിയിലും ഗുരുജി ഇടപെടുകയോ സാവർക്കർ ഗുരുജിയുടെ ആക്ടിവിറ്റിയിൽ ഇടപെടുകയോ RSSൽ എന്തെങ്കിലും പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇൻഡിഫറൻ്റ് ആയിരുന്നു എന്ന് പറയാം. ഉദാസീനരായിരുന്നു രണ്ടുപേരും അന്യോന്യം. അദ്ദേഹത്തിൻ്റെ ജോലി, എനിക്ക് എൻ്റെ ജോലി. വിരോധമൊന്നുമില്ല, ബട്ട് അങ്ങനെ അടുപ്പവുമില്ല. ഇങ്ങനെയുള്ള സാവർക്കറെ ഇപ്പോൾ RSSകാർ വല്ലാതെ ഡിഫെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? കാരണം സാവർക്കർ ഒരു നാഷണലിസ്റ്റായിരുന്നു. അക്കാര്യത്തിൽ RSSന് തർക്കമില്ല. ഒരാൾ RSSകാരനാണോ എന്ന് നോക്കിയിട്ടല്ല RSSകാർ അയാളെ പിന്തുണയ്ക്കുന്നത്, അയാൾ നാഷണലിസ്റ്റാണോ എന്ന് നോക്കിയിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസ്സിലെ മദൻ മോഹൻ മാളവ്യ RSS മുൻപിൻ നോക്കാതെ പിന്തുണയ്ക്കുന്ന ആളാണ്. കാരണം അദ്ദേഹം നാഷണലിസ്റ്റായിരുന്നു. കോൺഗ്രസ്സിനുള്ളിൽ ഒരു ഹിന്ദുത്വ വികാരത്തോടു കൂടിയ നാഷണലിസ്റ്റ്. അങ്ങനെയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി, അങ്ങനെയായിരുന്നു പണ്ഡിറ്റ് ഗോവിന്ദ വല്ലഭ് പന്ത്. ഇങ്ങനെ ധാരാളം കോൺഗ്രസ്സുകാർ RSSുമായിട്ട് വിരോധമില്ലാത്തവരും ദേശീയ കാഴ്ചപ്പാടുള്ളവരുമായിരുന്നു. നെഹ്റുവിൻ്റെ ദേശീയ കാഴ്ചപ്പാടായിരുന്നോ? അല്ല, ഒരു അന്താരാഷ്ട്ര കാഴ്ചപ്പാടായിരുന്നു നെഹ്റുവിന്. നെഹ്റു ഒരു കമ്മ്യൂണിസ്റ്റ് ചായവുള്ള, നല്ല ചായവുള്ള, വേണമെങ്കിൽ ഗാന്ധി തൊപ്പി വെച്ച കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വരെ പറയാവുന്ന സ്വഭാവമായിരുന്നു, കാഴ്ചപ്പാടായിരുന്നു നെഹ്റുവിൻ്റെ. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, കാഴ്ചപ്പാട് അതായിരുന്നു. മറ്റുള്ളവരുടെ ഇങ്ങനെയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവരെ എല്ലാം പട്ടേലടക്കം RSSകാർ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു? ദേശീയവാദി ആയതുകൊണ്ട്, അല്ലാതെ അവർ RSS ആയതുകൊണ്ടല്ല. RSS അല്ലാത്തവരെ മുഴുവൻ ചീത്ത പറയുക എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവം RSSനില്ല. ഈ തൻ്റെ അഭിപ്രായത്തോട് യോജിക്കാത്തവരെ അവരെ ചീത്ത പറയുക, അവരുടെ പശുവിന് വിഷം കൊടുക്കുക, അവരുടെ തെങ്ങ് വെട്ടിക്കളയുക, അവരെ വർഗശത്രുവായിട്ട് പ്രഖ്യാപിച്ച് ഉന്മൂലനം ചെയ്യുക, കുലംകുത്തി എന്ന് വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാട് നമ്മുടെ ഈ സാമൂഹ്യ മണ്ഡലത്തിൽ കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് ലെനിൻ, സ്റ്റാലിൻ തുടങ്ങിയവരുടെ പിന്തുടർച്ചയായിട്ട് വന്ന ഒരു സാധനമാണ്. RSSന് ആ സ്വഭാവമില്ല. കോൺഗ്രസ്സിനും അത് ഉണ്ടായിരുന്നില്ല, പക്ഷേ സംസർഗം കൊണ്ട് അങ്ങനെ ഉണ്ടായി വരുമല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിന് അതുകൊണ്ട് വലിയ തരക്കേടില്ലാതെ കേരളത്തിലെ RSS അല്ലെങ്കിൽ റൈറ്റ് വിങ് എന്നൊക്കെ നമ്മൾ പറയില്ല, അവരിലും ഈ സ്വഭാവം ഞാൻ കണ്ടുവരുന്നുണ്ട്. താൻ പറഞ്ഞത് ശരിയല്ല എന്ന് മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അസ്പൃശ്യനാക്കി ഡിക്ലെയർ ചെയ്യുക, അയാൾക്ക് പിന്നെ പൗരസ്വാതന്ത്ര്യം പോലും അർഹിക്കാത്ത വിധം തള്ളിക്കളയുക. ഇത് എന്ത് വൈകിക്കോട്ടെ, അതൊക്കെയാണ് ഇപ്പോഴത്തെ നിലപാട്. അപ്പോൾ
സാവർക്കർ RSS ഈ ബന്ധം ഞാൻ പറഞ്ഞു. പിന്നെ വ്യാപകമായൊരു തെറ്റിദ്ധാരണയുള്ളത് സാവർക്കർ കടൽ നീന്തി. അത് ശരിയല്ല. സാവർക്കർ കടൽ നീന്തിയിട്ടില്ല. സാവർക്കറെ ഇംഗ്ലണ്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. വരുന്ന വഴി ഫ്രാൻസിലെ മാഴ്സെയ്സിൽ ഈ കപ്പൽ അടുപ്പിച്ചു. കപ്പലും ഡെക്കും തമ്മിൽ, അല്ലെങ്കിൽ ക്വയ് എന്ന് പറയും, ജെട്ടി, കോൺക്രീറ്റ്, ഇത് തമ്മിൽ ഒരു 12 അടി വ്യത്യാസമുണ്ട്. സാവർക്കർ ചെയ്തത് കപ്പലിൻ്റെ ടോയ്ലറ്റിൻ്റെ ചില്ല് വട്ടത്തിലാണ്. ആ വട്ടത്തിലുള്ള ചില്ല് അതിൻ്റെ ഗാസ്കറ്റൊക്കെ ഇളക്കി ആ ചില്ല് ഇളക്കിയിട്ട് ആ ചില്ലിലൂടെ, സാവർക്കർ കുറിയ മനുഷ്യനായിരുന്നു, വലിപ്പം കുറവായിരുന്നു സാവർക്കറിന്. അതുകൊണ്ട് ആ വട്ടത്തിലുള്ള ദ്വാരത്തിലൂടെ എടുത്ത് ചാടുന്നത് ഈ അടുപ്പിച്ചിട്ട കപ്പലിലാണ്. 12 അടി വീതിയുള്ള കടലിൻ്റെ പോർഷനിലേക്കാണ് സാവർക്കർ ചാടുന്നത്. 50 അടി ആഴമുണ്ട് അവിടെ, 50ഓ 30ഓ എനിക്ക് കൃത്യം ഓർമ്മയില്ല കേട്ടോ. അതിലേക്ക് ചാടുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു, എന്നിട്ട് ഈ ജെട്ടിയുടെ കോൺക്രീറ്റിൽ കൈ പിടിച്ചിട്ട് ഒരു കണക്കിന് ചവിട്ടി കൊച്ചു പിള്ളേരൊക്കെ കയറുന്ന പോലെ ഉരുണ്ട് കയറുന്നു. ഇതാണ് സാവർക്കർ ചെയ്തത്. ഇതിനകത്ത് ബ്രിട്ടീഷുകാർ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ അസാമാന്യമായ ഡൈവിങ് സാമർഥ്യം. ഡൈവിങ് എന്ന് പറയില്ല, വെള്ളത്തിലേക്ക് ചാടുന്നു. ഡൈവിങ്ങിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫിഷ്യൻ്റ്ലി ആഴമില്ലെങ്കിൽ നിങ്ങളുടെ തല പോയിട്ട് താഴെ ഇടിക്കപ്പെടും. തലയിടിച്ച് കഴിഞ്ഞു അതോടെ. അപ്പോൾ ഈ മനുഷ്യൻ ഏകദേശം മാഴ്സെയ്സിൽ എത്ര ആഴമുണ്ട് തുറമുഖത്തിന് എന്ന് ഇദ്ദേഹത്തിന് നേരത്തെ അറിവുണ്ടാവണം. പ്ലാൻ ചെയ്ത് ചാടിയതാണ്. മാഴ്സെയ്സിൽ കപ്പലടുക്കുമെന്നും ഏകദേശം 12 അടി കപ്പലും ഇതും തമ്മിൽ 12 മുതൽ 15 വരെ അടി. ഈ 15 അടി ഗ്യാപ്പിൽ താഴെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് പിന്നെ പൊങ്ങണം, തലയിടിക്കാതെ. ഈ സാമർഥ്യമാണ് ബ്രിട്ടീഷുകാർ നോട്ട് ചെയ്തത്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് മാൻ. ആൻഡമാനിലും അവർക്ക് പേടി. ഇങ്ങനെ ഡൈവ് ചെയ്യുന്നൊരു മനുഷ്യന് വലിയ തിരയൊന്നുമില്ലാത്ത കടലിൽ നീന്താൻ പ്രയാസമൊന്നുമില്ല. ദാറ്റ് ഈസ് നോട്ട് എ സ്കിൽ അറ്റ് ഓൾ ഫോർ സാവർക്കർ. അതുകൊണ്ട് സാവർക്കർ കടൽ നീന്തിയതല്ല സ്കില്ല്. കടലിൽ ഒരുപാട് പേര് നീന്താറുണ്ട്, സാധാരണ മുക്കുവന്മാരും ഒക്കെ നീന്താറൊക്കെ ഉണ്ട്. കടലിൽ എന്താ തിരയുണ്ട്, അത്രയല്ലേ ഉള്ളൂ. തിര മുറിക്കാനുള്ള ഒരു സാമർഥ്യം ഉണ്ടെങ്കിൽ മാത്രമല്ല, തിര കരയോട് അടുത്ത പ്രദേശത്താണ് തിര. അത് കഴിഞ്ഞാൽ വലിയ തിരയില്ല, നിങ്ങൾക്ക് നീന്താം. സാധാരണ നീന്തറിയാവുന്നവർക്ക് നീന്താം കടലിൽ. പരിഭ്രമിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നീന്താം. അപ്പോൾ കടലിൽ നീന്തി എന്നുള്ളതല്ല സാവർക്കറിൻ്റെ മിടുക്ക്. ഈ ചെറിയ ഗ്യാപ്പിൽ തലയിടിക്കാതെ താഴെ പോയിട്ട് തിരിച്ചു പൊങ്ങി ഇതിൽ കയറി ഒരു ഗ്രിപ്പുമില്ലാത്ത സ്ഥലത്ത് കാലിൻ്റെ തള്ളവിരലുകൾ ഉറപ്പിച്ച് ഈ നമ്മളുടെ ഉടുമ്പൊക്കെ കയറുന്ന പോലെ അല്ലെങ്കിൽ പല്ലി കയറുന്ന പോലെ കയറി. ദിസ് ഈസ് ഡേഞ്ചറസ് മാൻ. ഇതാണ് സാവർക്കർ ചെയ്ത ധീരകൃത്യം. അതുകൊണ്ട് സാവർക്കർ കടലിൽ നീന്തി അല്ലെങ്കിൽ കടലിൽ ചാടി എന്നൊക്കെ പറയുന്നത് സാങ്കേതിക അർത്ഥത്തിൽ ശരിയാണ്, കടലാണല്ലോ അത്. ബട്ട് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിൽ ഉദിക്കുന്ന ചിത്രം എന്തോ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് നടുക്കടലിൽ ഇദ്ദേഹം എടുത്ത് ചാടി എന്നിട്ട് കിലോമീറ്ററോളം നീന്തി, ഇങ്ങനെയൊക്കെ തോന്നും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളോട് പറയുന്നത്. മൂന്നാമത്തത് ഈ ആൻഡമാൻ നിക്കോബാർ ജയിലിലെ ജീവിതം. ആൻഡമാൻ നിക്കോബാർ ജയിലിൽ എന്തായിരുന്നു പ്രത്യേകത? നാട് കടത്തുക എന്നുള്ള ശിക്ഷയാണിത്. എന്താ നാട് കടത്തിയ ശിക്ഷയ്ക്ക് ഇത്ര വലിയ കാര്യം? ഇവിടെയാണെങ്കിലും ഏർവാദ ജയിൽ, നാസിക് ജയിൽ, എത്രയോ ജയിലുകളുണ്ട്. സേലം ജയിൽ, നമ്മുടെ പൂജപ്പുര ജയിൽ, ഇതൊക്കെ ജയിലാണ്. അതുപോലൊരു ജയിൽ ആൻഡമാനിൽ. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ആൻഡമാൻ ജയിലിന് എന്താ ഇത്ര വലിയ പ്രത്യേകത? ഇപ്പോഴും അത് സ്മാരകമായിട്ടൊക്കെ വെച്ചിരിക്കും. പ്രത്യേകത ഇതാണ്, ആൻഡമാൻ ജയിലിൽ നാട് കടത്തുക എന്ന് പറയുന്ന ശിക്ഷയിൽ തിരിച്ചു വരവില്ല. ആൻഡമാനിൽ കൊണ്ടുപോകുന്ന ആൾ 1 മാസം ഏകാന്ത തടവാണ്. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ അടച്ചിടും. ഭക്ഷണം വാതിലിനടിയിലൂടെ തള്ളും, എന്നിട്ട് ആ കിളിവാതിൽ അങ്ങ് അടയ്ക്കും. ഒരു ചെറിയ ഹോളുണ്ടാകും. പകലാണോ രാത്രിയാണോ എന്ന് മാത്രം തിരിച്ചറിയാം. നോ ഹ്യൂമൻ കോണ്ടാക്ട്. വലിയ ശിക്ഷയാണ്.
ഇപ്പോൾ അത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് അത്തരം ശിക്ഷയുണ്ട് ഏകാന്ത തടവ് 15 ദിവസമാക്കി കുറച്ചു. ഇപ്പോൾ അത് ഒരു കോടതിയും വിധിക്കാറില്ല ഏകാന്ത തടവ്, കാരണം വളരെ ക്രൂരമായ. സാവർക്കറിൻ്റെ ഏകാന്ത തടവ് അവസാനിച്ചതേയില്ല, തുറന്നുകൊണ്ടിരുന്നു. സാധാരണ 1 മാസം കൊണ്ട് തീരേണ്ടതാണ്, 3 മാസമോ 6 മാസമോ പറ്റുമെടുത്ത് ആർക്കും അറിയില്ല സാവർക്കർക്ക് എന്ത് സംഭവിച്ചു. അപ്പോൾ സാവർക്കർക്ക് സംഭവിച്ചു നിൽക്കട്ടെ, സാധാരണ ആളിന് 1 മാസത്തെ ഏകാന്ത തടവ്, അത് കഴിഞ്ഞാൽ കഠിന തടവ്, അവർ പറയുന്ന ജോലി അത് ഇതൊക്കെ ചെയ്യണം. 3 വർഷമായി കഴിഞ്ഞാൽ ഇയാളെ തുറന്നു വിടും ആൻഡമാൻ നിക്കോബാർ. പുറത്തിറങ്ങി കൃഷി ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ ജീവിച്ചോളണം. ഇതാണ് നാടുകടത്ത്, തിരിച്ചു വരവില്ല. അങ്ങനെയാണ് ഇപ്പോൾ ആൻഡമാനിൽ നമ്മൾ മഞ്ചേരി, വളാഞ്ചേരി, കുറ്റിപ്പുറം എന്നൊക്കെ പറഞ്ഞ് ബസ്സുകളൊക്കെ ആൻഡമാൻ നിക്കോബാറിൽ ഓടുന്നത്. 1921 മാപ്പിള ലഹളക്കാലത്ത് നാട് കടത്തിയ മാപ്പിളമാർ ഒരുപാട് ആൻഡമാൻ നിക്കോബാറിലുണ്ട്. അവിടുത്തെ അബോറിജിൻസുണ്ട്, ഒറിജിനൽ ആദിവാസികളുണ്ട്, പ്ലസ് പിന്നീട് ഭാരതത്തിൽ നിന്ന് നാട് കടത്തപ്പെട്ട ആൾക്കാരുമുണ്ട്. അവരാരും തിരിച്ചു വന്നില്ല, വരാൻ സാധ്യതയില്ല, ബ്രിട്ടീഷുകാർ സമ്മതിക്കില്ല. ആണ്ടിലൊരിക്കൽ ഇവിടുന്ന് ഭാര്യയോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കപ്പലിൽ അവിടെ കൊണ്ടുപോകും, കാണാം, തിരിച്ച് വരെ ഇങ്ങോട്ട് കൊണ്ടുവരും, അയാൾ അവിടെ തന്നെ കഴിയും. സാവർക്കർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നെ നിരന്തരം ജയിലിൽ ഇട്ടിരിക്കുന്നു, എന്നെ തുറന്നു വിടുക, ആൻഡമാനിൽ മറ്റുള്ളവരെ തുറന്നു വിട്ട പോലെ. ആൻഡമാനിൽ ജീവിക്കാൻ സമ്മതിക്കണമല്ലോ, നിയമം അനുസരിച്ച് തന്നെ, സാവർക്കറുടെ ശിക്ഷ അനുസരിച്ച് തന്നെ. സാവർക്കറുടെ ശിക്ഷയുള്ള എന്നെ തുറന്നു വിട് അക്കോർഡിംഗ് ടു യുവർ ലോ. ബട്ട് അതും ചെയ്തില്ല. അതാണ് സാവർക്കറോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത. പലരും ധരിക്കുന്നത് ഈ ആൻഡമാൻ ജയിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക എന്ത് ശിക്ഷയാണ്. അങ്ങനെയല്ല. ഇവിടുത്തെ ജയിൽ പോലെ അവിടുത്തെ ജയിൽ ക്രൂരനായിരുന്നു ആ അഫ്ഗാൻ ഒറിജിനായിരുന്ന ജയിലർ. ഒരുപാട് പീഡനങ്ങൾ അതായത്, കാരണം ചോദിക്കാനും പറയാനും ആരുമില്ല. ഇവിടെയുള്ള ജയിലിലാണെങ്കിൽ കുറച്ചെങ്കിലും ആരെങ്കിലുമൊക്കെ അറിയുകയോ പിടിക്കുകയൊക്കെ ചെയ്തിട്ട് ഇടപെടും. അവിടെ അതുമില്ല, അങ്ങനെയുള്ള കഷ്ടപ്പാടുണ്ടായിരുന്നു. ബട്ട് ദ ബേസിക് തിങ് വാസ് 3 കൊല്ലത്തെ തടവാണ് ആൻഡമാനിലെ തടവ്. അത് കഴിഞ്ഞാൽ തുറന്നു വിടുന്ന മനുഷ്യൻ എങ്ങും പോകാനില്ലാതെ ആൻഡമാൻ ദ്വീപിൽ കഴിഞ്ഞുകൂടുന്നു. എങ്ങനെയെങ്കിലും ജീവിച്ചോളണം, കൃഷി ചെയ്തോ കപ്പളങ്ങ ചെയ്തോ കപ്പ പറിച്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോളണം, കാട്ടിൽ ജീവിക്കുന്ന പോലെ. ഇതായിരുന്നു ആൻഡമാൻ. അപ്പോൾ ഇതാണ് പ്രശ്നം. പിന്നെ സാവർക്കർ ക്ലെമൻസി പെറ്റീഷൻ എഴുതി, അത് ഇതൊക്കെ ഓൾ ഡീറ്റെയിൽസ് ആർ അവൈലബിൾ നൗ. സാവർക്കറെ പറ്റി സമഗ്രമായ ജീവചരിത്രം തയ്യാറാക്കിയത് വിക്രം സമ്പത്താണ്. 2 വോളിയം, വിനായക് ദാമോദർ സാവർക്കർ എന്നുള്ള പേരിൽ 2 വോളിയമുണ്ട്. അത് ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട്, അത് ഒറ്റ ഇരിപ്പിനൊന്നും വായിച്ചു തീർക്കാൻ പറ്റില്ല, അത്ര വലിയ ബുക്കാണ്. ബട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അത് മെല്ലെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ സാവർക്കർ എന്ന കഥാപാത്രം മാത്രമല്ല, മറ്റൊരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രവും ആ പുസ്തകത്തിൽ ആനുഷംഗികമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് റെക്കോർഡ് നോക്കിയിട്ട് ആധികാരികമായിട്ട് വിക്രം സമ്പത്ത് എന്ന ചരിത്രകാരൻ തയ്യാറാക്കിയ പുസ്തകമാണത്. സൗകര്യപ്പെടുമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എല്ലാവരും കയ്യിൽ വയ്ക്കുക. നോവൽ പോലെയൊന്നും വായിക്കാൻ പറ്റില്ല, ഒരു അധ്വാനമാണത് വായിക്കാൻ. പക്ഷേ അദ്ദേഹം സാമാന്യം വളരെ റീഡബിൾ ആയിട്ട് തന്നെ അത് തയ്യാറാക്കിയിട്ടുമുണ്ട്. സാവർക്കർ ദിനത്തിൽ എൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സാണ് ഞാൻ അവതരിപ്പിച്ചത്. താങ്ക് യു.